മത്സ്യകൂർമ്മ വരാഹശ്ച നരസിംഹശ്ച വാമന രാമോ രാമശ്ച രാമശ്ച കൃഷ്ണ ഖഡ്ഗീ ജനാർദ്ദന കൃഷ്ണ ഖഡ്ഗീ ജനാർദ്ദന. കൃഷ്ണ 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 കൃഷ്ണകൃപാസാഗരം കൃഷ്ണകൃപാസാഗരം അതിൽ ഭക്തനൊരാന്തോളനം കൃഷ്ണ നിൻമുടിപ്പീലിയും നന്മുളം തണ്ടുമെൻ ചിന്തയിലെപ്പോഴും തോന്നിടേണം കണ്ണ നിൻമുടിപ്പീലിയും നന്മുളം തണ്ടുമെൻ ചിന്തയിലെപ്പോഴും തോന്നിടണം കൃഷ്ണ കൃഷ്ണ കൃഷ്ണകൃപാസാഗരം നീരദ ശ്യാമളം കോമളം തനുവണിയുമൊരാവനമാലയും ചേലയും കാഞ്ചിയും തിരുകൗസുഭമണിയും മാറണിഞ്ഞ ഹരിചന്ദനാഭയോടു കാണണം മനസ്സി ഗോപബാലനെ കേളിയാടി വനവേണുതിരസലാസ്യ ഭാവമൊടു രാസലീല തുടരൂ കൃഷ്ണകൃപാസാഗരം അതിൽ ഭക്തനൊരാന്തോളനം കൃഷ്ണ നിൻമുടിപ്പീലിയും നന്മുളം തണ്ടുമെൻ ചിന്തയിലെപ്പോഴും തോന്നിടണം കൃഷ്ണ കൃഷ്ണ കൃഷ്ണകൃപാസാഗരം കാളിയ മർദ്ദനം നർത്തനം യദുകുലപരിപാലനമാകുലം തീർക്കുവാൻ പാർത്ഥനെ വരഗീതകളരുളിയ മീനകൂർമ്മ കിഴി നാരസിംഹവടു രാമ രാമ ബലരാമ കൃഷ്ണനായി കൽക്കിയായി ദശരൂപമാർന്നതും വാസുദേവ മധുസൂദനായ നൃഹരേ കൃഷ്ണകൃപാസാഗരം അതിൽ ഭക്തനൊരാന്തോളനം കൃഷ്ണ നിൻമുടിപ്പീലിയും നന്മുളം തണ്ടുമെൻ ചിന്തയിലെപ്പോഴും തോന്നിടണം കൃഷ്ണ കൃഷ്ണ കൃഷ്ണകൃപാസാഗരം.
പരമ്പൊരുളായ ഭഗവാൻ എത്രയും വേഗം ഭൂമണ്ഡലത്തിൽ അവതരിച്ച് ദുർമാർഗികളെ നിഗ്രഹിക്കുന്നത് കാണാൻ നാരദാദികളായ പരമഭക്തന്മാർക്ക് ആഗ്രഹമുണ്ടാവുക സ്വാഭാവികം. അങ്ങനെയാണ് നാരദർ മധുരാപുരിയിലെത്തി കംസചിത്തത്തിൽ ദേവകീപുത്ര ഭയത്തിൻ്റെ തീക്കനലുകൾ ഊതിക്കത്തിച്ചത്. കാലനേമി എന്ന അസുരൻ്റെ പുനരവതാരമാണ് കംസനെന്ന യാഥാർത്ഥ്യവും കംസനെ നിഗ്രഹിക്കാൻ ഭൂമിയിൽ അവതരിക്കുന്നത് സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവാണെന്ന വസ്തുതയും നാരദർ കംസനെ അറിയിച്ചു. ദേവകിയുടെ ആദ്യ ശിശുവിനെ കണ്ട മാത്രയിൽ തെല്ലൊന്നുലഞ്ഞുപോയ കംസൻ നാരദവാക്യങ്ങൾ കേട്ടതോടെ തൻ്റെ സ്വതസിദ്ധമായ രാക്ഷസഭാവത്തിലേക്ക് മടങ്ങിച്ചെന്നു. ആ നിമിഷം തന്നെ ശിശുവധമെന്ന മഹാപാതകത്തിനുള്ള വ്യഗ്രത കംസചിത്തത്തിൽ വേരോടി. അടുത്ത മാത്രയിൽ കംസക്രോധത്തിൻ്റെ രഥചക്രങ്ങൾ വസുദേവ മന്ദിരം ലക്ഷ്യം വച്ച് നീങ്ങി. ആ തേരോട്ടം ദേവകീ കണ്ഠത്തിൽ നിന്നുയർന്ന താരാട്ടിനുമേൽ ഇടിത്തീ പോലെ വന്ന് നിപതിക്കുകയായി. ദേവലോകത്തിന്റെ നിശ്ചയമനുസരിച്ച് ആരാണ് അഷ്ടമൻ? എട്ടാമന ഒന്നാമനം എണ്ണിയാൽ ആദ്യപുത്രൻ അഷ്ടമപുത്രനാകില്ലേ? രണ്ടാമന ഒന്നാമനായി എണ്ണിയാലും ഒന്നാമൻ അഷ്ടമപുത്രൻ. മൂന്നാമന ഒന്നാമനെന്ന് എണ്ണിയാൽ രണ്ടാമൻ അഷ്ടമപുത്രൻ. നാലാമനെങ്കിൽ മൂന്നാമൻ അഷ്ടമസന്താനം. ദേവഗണിതത്തിന്റെ കുസൃതി. അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും അഷ്ടമപുത്രന്മാർ. അങ്ങെന്താണ് ഈ പറയുന്നത്? സാധ്യതകൾ എന്താ? ഇപ്പൊ ഭയം തോന്നുന്നുണ്ടോ? ഇല്ല. ഗണിതത്തിന്റെ കുസൃതികൾക്ക് മുന്നിൽ ശിരസ് കുനിക്കാൻ ഒരുങ്ങില്ല കംസൻ. കൊല്ലും. ദേവകീസുതന്മാരെ ഒന്നില്ലാതെ കൊല്ലും. പിറന്ന മാത്രയിൽ കൊന്നെറിഞ്ഞാൽ പിന്നെ ആരന്തകനാകും നമ്മുടെ? ബുദ്ധിമാൻ, വിവേകശാലി. നാം പറഞ്ഞില്ലേ, സ്വന്തം വിധി സ്വയം എഴുതാൻ പോന്നവനാണ് കംസമഹാരാജനെന്ന്. നാരായണ നാരായണ. നാം വിടകൊള്ളട്ടെ. അങ്ങേക്ക് നമോഭാഗം. കംസസഭയിൽ എന്നും സ്വാഗതം. നാരായണ നാരായണ. ഇല്ല, ഇല്ല, ജീവിക്കാൻ അനുവദിക്കില്ല. കൊല്ലും ഞാൻ. എടുക്ക്. ഈ കുഞ്ഞിനെ നമുക്ക് വേണം. തരാനല്ലേ പറഞ്ഞത്? മഹാരാജൻ, അങ്ങ് തന്നെയല്ലേ തിരിച്ചേൽപ്പിച്ചത്? മിണ്ടിപ്പോകരുത്. ഉപായങ്ങളും ശബ്ദങ്ങളും കൊണ്ടൊന്നും പിന്തിരിയില്ല കംസനിനി. കൊല്ലും, കൊല്ലും നാം ഇവനെ. മഹാരാജൻ,
പ്രത്യാശ പകർന്ന കരങ്ങളാൽ തന്നെ പറഞ്ഞതനുസരിക്കുക. അതല്ലെങ്കിൽ വിടൂ. വേണം നമുക്ക് ഇവനെയും വിടാൻ. ജ്യേഷ്ഠ, കൈവിട്ടു പോയെന്ന് കരുതിയിട്ടും വീണ്ടും കൈവന്ന ഈ കൺമണിയെ ഈ അനുജത്തിയോട് ദയ ഉണ്ടാകണം. ദയ? ഭോജരാജ ചിത്തത്തിൽ ഇനി ദയാദാക്ഷിണ്യങ്ങളില്ല. അഷ്ടമപുത്രന്മാരെ കൊന്നെറിയും വരെ നമുക്ക് വേണം ഇവരെ. തരൂ. മഹാരാജൻ, ഘാതകൻ നീയാണോ? പറയേ, നീയാണോ നമ്മുടെ ഘാതകൻ? പാവം, കൺമിഴിക്കും മുമ്പേ കണ്ണടയ്ക്കാനാണ് വിധി. കൺചിമ്മി തുറക്കുന്ന വേഗത്തിൽ കംസൻ കരാള രൂപമാർജിച്ചപ്പോൾ ദേവകിയിലെ മാതൃത്വം വിതുമ്പിപ്പോയി. സ്നേഹവായ്പിൻ്റെ നനുത്ത സ്പർശം അവൾക്ക് സമ്മാനിച്ച ആ ജ്യേഷ്ഠകരങ്ങളാൽ തന്നെ അവൾ പെറ്റ പൊന്നോമനകൾ ബലിമൃഗങ്ങളാക്കപ്പെടുകയായി. ദേവനിശ്ചയങ്ങളെന്നോർത്ത് എത്ര സഹിക്കാനാകും ഒരമ്മയ്ക്ക്? ഓരോ കുഞ്ഞുങ്ങൾ പിറക്കുമ്പോഴും ക്രോധത്തോടെ കംസൻ തേരോടിച്ചെത്തി. കൺമിഴിക്കാത്ത കുഞ്ഞുങ്ങൾ 6 പേരെ കൊന്നെറിഞ്ഞു ആ ക്രൗര്യം. ആദ്യം കീർത്തിമാൻ, പിന്നെ ഭദ്രസേനൻ, ഋജു, സമർത്ഥൻ, സമീശൻ, അഹീശ്വരൻ. പിന്നെയും ദേവകീദേവി ഗർഭത്താൽ ധന്യവതിയായി, സപ്തമഗർഭം. അതറിഞ്ഞ കംസൻ കൂടുതൽ ഭയചകിതനായി. എങ്കിലും ആസുരത്വത്തിൻ്റെ അതിഘോര രൂപമാർജിച്ച് ദേവനിശ്ചയങ്ങളോട് പൊരുതാൻ അയാൾ വെറുതെ ശ്രമിച്ചുകൊണ്ടിരുന്നു. സ്വപിതാവിനും സോദരിക്കുമെല്ലാം ക്രൂരനവൻ വിധിച്ചത് കാരാഗ്രഹം. എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞെവിടെ? എന്താ ദേവകി? എന്താ എന്താ ഒന്നുമില്ല. എന്തോ ശബ്ദം കേട്ടതുപോലെ. കുഞ്ഞേ കുഞ്ഞേന്ന് വിളിച്ച് പുറത്തേക്കിറങ്ങി ഓടാനൊരു ശ്രമം അനുവദിക്കില്ലതൊന്നും. രാജകൽപ്പന അനുസരിച്ച് സ്വസ്ഥമായി കൂടിയാൽ ഗൃഹബന്ധനത്തിൽ തന്നെ തുടരാം. അതല്ലെങ്കിൽ വിലങ്ങ് വെച്ച് കാരാഗൃഹത്തിന്റെ ഒരു കോണിൽ തള്ളാനും മടിക്കില്ല കംസരാജൻ. കള്ള കിനാവ് നടിച്ച് രക്ഷപ്പെടാൻ നോക്കണ്ട. സ്വാഗതം. ഉഗ്രസേന മഹാരാജാവിന് സ്വാഗതം. മധുരാപുരിയുടെ മഹാരാജാവായിരുന്ന മഹാമനുഷ്യൻ, അങ്ങേക്ക് പുതിയ രാജാവിന്റെ വക ഒരു സമ്മാനം കൂടെ. കൈകൾക്കൊരാഭരണം. അത് നൽകാനാ ക്ഷണിച്ചത്. പിന്നെ അതെന്തിനാണെന്നറിയാമോ? സ്വയം ഒരു കൊലക്കയറി ഇരന്നു വാങ്ങാൻ. നമ്മുടെ സഭയിൽ നിന്നുകൊണ്ട് നമ്മോട് ധിക്കാരം പറയുന്നു. ഇതാരുടെ സഭയാണെന്നറിയാൻ ജനഹിതത്തിന് ചെവിയോർത്താൽ മതി. അത് പറഞ്ഞു നടന്നിരുന്ന നാവുകൾ അരിഞ്ഞു വീഴ്ത്തപ്പെട്ടത് അറിഞ്ഞില്ലേ ഭവാൻ? അരിഞ്ഞു വീഴ്ത്തപ്പെടുന്ന ഓരോ നാവിൽ നിന്നും 1000 നാവുകൾ ഉയർത്തെഴുന്നേൽക്കും. അതാണ് നാം പഠിച്ച രാജ്യതന്ത്രം.
ഒരു മഹാരാഷ്ട്രതന്ത്രജ്ഞൻ. എന്നിട്ടെവിടെ ഇരുന്ന സിംഹാസനം, ഏന്തിയ ചെങ്കോൽ, പിടിച്ച ഉടവാൾ? അതിനുത്തരം നാം പറയുന്നത് എന്തിന്? നമുക്കിപ്പോൾ ഒന്ന് മാത്രം അറിഞ്ഞാൽ മതി. നമ്മെ എന്തിന് വീട്ടുതടങ്കലിലാക്കി? രാജ്യരക്ഷയ്ക്ക്. അതെ, രാജ്യരക്ഷയ്ക്ക് ഒരു കരുതൽ തടവ്. കാരണമുണ്ട്. അങ്ങയുടെ ജ്യേഷ്ഠന്റെ പുത്രി ദേവകി സപ്തമഗർഭം ധരിച്ചിരിക്കുന്നു. ഏഴാമന്റെ വരവായി. ഒന്നുകിൽ അവൻ തന്നെ എട്ടാമൻ, അതല്ലെങ്കിൽ എട്ടാമൻ ഇനി കാലമേറെയില്ല. അപ്പോൾ ഭയമുണ്ട്? ഇല്ല, നമുക്ക് അവനെ അല്ല ഭയം. കുലാചാര്യന്മാരെ കാണാനുള്ള അനുമതി ദുരുപയോഗപ്പെടുത്തിയ ഒരു രാജ്യദ്രോഹിയുണ്ട് ഇവിടെ. അതാരെന്ന് നാം പറയേണ്ടതില്ലല്ലോ. അങ്ങ് ദേവകിയുടെ അഷ്ടമ സന്താനത്തെ പറ്റി നടത്തിയ വിശേഷണം നാം കേട്ടു. യാദവകുലത്തിന്റെ രക്ഷകൻ. മനസ്സിൽ അതാണ് ആഗ്രഹമെന്ന് നമുക്കറിയാം. പുത്രമരണം കാത്തിരിക്കുന്നൊരു നീച പിതാവ്. ആ കാത്തിരിപ്പ് രാജകീയ സുഖസൗകര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് വേണ്ട. ഇന്നു മുതൽ വാസം കാരാഗൃഹത്തിൽ. ചങ്ങല കൈകൾക്ക് മാത്രമല്ല, കാലുകൾക്കും. കാരാഗൃഹത്തിൽ കിടന്ന് പിടഞ്ഞങ്ങ് മരിക്കുന്നത് നമുക്ക് കാണണം. പിതൃഹത്യയുടെ പാപം പേറാൻ ഒരുക്കമല്ലാത്തതുകൊണ്ട് മാത്രം ഒറ്റവെട്ടിന് ശിരസറുക്കുന്നില്ല. സ്വയം ഏറ്റുവാങ്ങണം മരണം. അങ്ങനെ മരിച്ചു കിട്ടിയാൽ ഉദകക്രിയ ഒരു ഔദാര്യം പോലെ ചെയ്യാം. ഈ പുത്രൻ കംസൻ പോരെ പോരെ പിതാവേ? നോക്കി നിൽക്കാതെ കൊണ്ടുപോയി കൽത്തുറങ്കിൽ അടയ്ക്ക്. കൊടുത്തു പോകരുത് ദാഹജലം പോലും. കൊണ്ടുപോയിക്കോ. മകനെ കംസ, വിധിച്ച വിലങ്ങുകൾ നിറഞ്ഞ മനസ്സോടെ നാം സ്വീകരിക്കുന്നു. പക്ഷെ ഒന്നോർത്തോളൂ, ജനഹിതത്തിന് വിലങ്ങി വെക്കാൻ ഒരു ചക്രവർത്തിക്കുമാകില്ല. ഒരു നാൾ ജപഭജനങ്ങൾ ആയുധമാക്കിയ ജനസഹസ്രത്താൽ നിന്റെ രാജ്യത്വം ചോദ്യം ചെയ്യപ്പെടും. അന്ന് ജനഹിതത്തിൽ നിന്ന് ഒരു രക്ഷകൻ പിറക്കും. യദുകുലത്തിന്റെ രക്ഷകൻ, മാനവരാശിയുടെ വിമോചകൻ. അന്ന് ജീവനറ്റ് കിടക്കുന്ന നിന്റെ ജഡത്തിന്റെ മുൻപിൽ നിന്ന് ഔദാര്യം പോലെ ഉദകക്രിയ ചെയ്യില്ല ഈ ഉഗ്രസേനൻ. ഒരു തുള്ളി കണ്ണുനീര് പോലും വീഴ്ത്തില്ല. ഒരു തുള്ളി കണ്ണുനീര് പോലും വീഴ്ത്തില്ല. ഒരു തുള്ളി കണ്ണുനീര് പോലും വീഴ്ത്തില്ല. പ്രത്യോത ആജ്ഞാപിച്ചാലും പ്രഭു. വസുദേവ ദേവകിമാരുടെ തടവറ തയ്യാറായില്ലേ? ഉവ്വ് മഹാപ്രഭു. സേനാപതി ചെല്ലു, അവർക്കും കൊടുക്കൂ കാരാഗ്രഹവും കാൽച്ചങ്ങളെയും. കൽപ്പന പോലെ. വന്നാലും രോഹിണി ദേവി. ദേവി, ആര്യദേവൻ എന്തിനായിരിക്കും വിളിപ്പിച്ചത്? രോഹിണി, ദേവകി സപ്തമഗർഭം ധരിച്ചിരിക്കുന്നു. പക്ഷേ നാം ദേവിയോട് വരാൻ ആവശ്യപ്പെട്ടത്, ദേവി മധുരാവാസം അവസാനിപ്പിക്കണം, എത്രയും വേഗം. സപ്തമ ഗർഭവാർത്തയറിഞ്ഞ കംസരാജൻ അതിക്രൂരനായി മാറിയിരിക്കുന്നു എന്നാണ് ശ്രുതി. നമ്മെയും ദേവകിയെയും കൽത്തുറങ്കിൽ അടയ്ക്കാനാണ് നീക്കം. കേൾവികൾ മറ്റു പലതുമുണ്ട്. നമ്മുടെ ബന്ധുജനങ്ങൾ ഓരോരുത്തരെയും കാരാഗൃഹത്തിൽ അടക്കാനുള്ള ആലോചനകളും നടക്കുന്നു അത്രേ. ഒരുപക്ഷെ വധിച്ചു കളയാനും. അത് സംഭവിക്കുന്നതിന് മുമ്പ് ദേവി രക്ഷപ്പെടണം. വേഷപ്രച്ഛന്നയായോ മറ്റേതെങ്കിലും മാർഗത്തിലോ. തുണയ്ക്കു വരാൻ നമുക്കാവില്ല. ധൈര്യം കൈവിടരുത്. ആര്യദേവ, ഈ ഉള്ളവൾ എവിടേക്കാണ് പോകേണ്ടത്? കോസലത്തേക്കോ കേകയത്തേക്കോ? അങ്ങുര ചെയ്താലും ഇല്ല, ഞാൻ എങ്ങും പോവില്ല. ഗർഭവതിയായി ഇവളെ വിട്ട് പോകണം. ദൂരേക്കെങ്ങും വേണ്ട. ഒരിടത്ത് രഹസ്യമായ ഒരു സന്ദേശം എത്തിക്കാൻ ആളെ വിട്ടിട്ടുണ്ട്. മടങ്ങി വന്നാൽ ആ ദൂതൻ ദേവിയെ വന്ന് കാണും. ദേവി അമ്പാടിയിലേക്കാണ് ആളെ അയച്ചിരിക്കുന്നത്. അയാൾ മടങ്ങിയെത്തിയാൽ ദേവി എത്രയും വേഗം അമ്പാടിയിൽ ചെല്ലണം. അവിടെ മാതുലപുത്രനായ നന്ദഗോപനുണ്ട്, യശോദാദേവിയും. ബന്ധുവെന്നതിലേറെ
മിത്രമാണ് നന്ദഗോപർ. സ്വഗൃഹത്തിൽ എന്ന പോലെ ദേവിക്ക് അവിടെ കഴിയാം. പിന്നെ യാത്ര അതീവ രഹസ്യമായിരിക്കണം. ഇവിടെ അധികം നിൽക്കേണ്ട, ദേവി പോയാലും. വസുദേവർ, നാം ഒരു സദ്വാർത്ത അറിയിക്കുവാനാണ് വന്നത്. താങ്കളുടെ ഗൃഹബന്ധനം കഴിഞ്ഞിരിക്കുന്നു. പകരം കാരാഗ്രഹബന്ധനം. കശ്യപ ഭാര്യയായ അതിഥിയുടെ പുനർജന്മമാണ് ദേവകിയെങ്കിൽ മറ്റൊരു കശ്യപ പത്നിയായ സുരസയുടെ പുനരവതാരമാണ് രോഹിണി. നാഗമാതാവായിരുന്നു സുരസ. ലോകത്തിലെ നാഗജാതികളുടെ എല്ലാം ഉൽപ്പത്തിക്ക് നിമിത്തമായി ഭവിച്ച മഹാജനനി. ഈ ജന്മത്തിലുമുണ്ട് രോഹിണിക്കൊരു ദേവത. മഹാനാഗമായ ആദിശേഷന്റെ അവതാരത്തിൽ